ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ ഏതാണ്? സംഖ്യാലോകമാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. അതേപോലെ ബെൽ ബട്ടണും ഒന്ന് അമർത്തി വെക്കണേ. എന്നാലേ മിസ്സ് പറയുന്ന എന്ത് ചെയ്യുന്നുള്ളൂ, മിസ്സ് പറയുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ 2ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. ചാപ്റ്ററിൻ്റെ പേരെന്താടാ? സംഖ്യാലോകം എന്നാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സംഖ്യാലോകം. ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഏതൊക്കെയോ കുറേ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. പേരും പെരുമയും. ഫസ്റ്റ് വൺ എന്താണ്? പേരും പെരുമയും. സംഖ്യകളെ കുറിച്ച് പലതും പഠിച്ചല്ലോ. അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പം നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിനപ്പുറം സംഖ്യകളില്ലേ? അതിനപ്പുറം പിന്നെ സംഖ്യകളുണ്ടോ? അതിനപ്പുറവും പിന്നെ എന്തുണ്ടാവും? സംഖ്യകൾ ഉണ്ടാവും അല്ലേ. ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങി സംഖ്യകൾ വലുതായി കൊണ്ടിരിക്കാൻ എളുപ്പമാണ്. നോക്കൂ, അപ്പൊ എന്താണ്? ഏറ്റവും ചെറിയ സംഖ്യകളിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? സംഖ്യകളെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേടാ. 1 അല്ലേ, ശരിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു 0 കൂടി ചേർത്തപ്പോൾ അത് എത്രയായിട്ട് മാറി? 10 മാറി. 2 0 ചേർത്തപ്പോൾ എത്രയായിട്ട് മാറി? 100 മാറി. 3 0 ചേർത്തപ്പോൾ എത്രയാണ്? 1000. ഇനി 4 0 ചേർത്തപ്പോൾ എത്രയായിട്ട് മാറി? 10000 മാറി അല്ലേ. ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകൾ വലുതാകുന്നത് എങ്ങനെ? സംഖ്യയിൽ 1 എന്ന അക്കത്തിന്റെ സ്ഥാനം ഇടത്തോട്ട് നീങ്ങുന്നോറും 10 മടങ്ങ് വലുതാവും. അപ്പൊ എന്താണ്? ആദ്യം എങ്ങനെയാണ്? ആദ്യം 1 കൊടുത്തു, അതിന് വീണ്ടും അതിന്റെ സ്ഥാനം ഇടത്തോട്ട് മാറ്റിയപ്പോൾ അത് ഇടത്തോട്ട് മാറ്റി 0 കൊടുത്തപ്പോൾ അത് എന്തായിട്ട് മാറി? 10 മാറി. വീണ്ടും 1 നമ്മൾ എന്ത് ചെയ്തു? ഇടത്തോട്ട് മാറ്റി. അപ്പം 2 0 അല്ലെ, 2 0 വന്നു. അപ്പൊ എത്രയായിട്ട് മാറി? 100 മാറി അല്ലെ. വീണ്ടും ഇടത്തോട്ട് മാറ്റി. അപ്പൊ എത്രയായിട്ട് മാറി? 1000 മാറി. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇടത്തോട്ട് മാറ്റി അല്ലേ. അപ്പൊ എത്രയായിട്ട് മാറി? 10000 മാറി അല്ലേ. അപ്പോൾ ഒന്നിനെ ഇനിയും ഇടത്തോട്ട് മാറ്റി കൂടുതൽ വലിയ സംഖ്യകൾ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം അല്ലെ. വീണ്ടും നമ്മൾ ഇടത്തോട്ട് മാറ്റിയുള്ളത് എത്രയായിട്ട് മാറും? ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നിനെ ഇടത്തോട്ട് മാറ്റി എത്രയായിട്ട് മാറി? ലക്ഷമായിട്ട് മാറി. വീണ്ടും ഇടത്തോട്ട് മാറ്റിയാൽ എത്രയാ? 10 ലക്ഷമായി. വീണ്ടും ഒന്നുകൂടെ ഇടത്തോട്ട് മാറ്റിയാൽ എത്രയായി? 1 കോടിയായിട്ട് മാറി അല്ലേ. ഇനിയും പൂജ്യങ്ങൾ ചേർത്താൽ 10 കോടി, 100 കോടി എന്നിങ്ങനെ തുടരാം. ശരിയല്ലേടാ. ഇനി നമ്മൾ ഇടത്തോട്ട് ഒന്നിനെ മാറ്റി പൂജ്യത്തിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 10 കോടിയാക്കാം, 100 കോടിയാക്കാം, അങ്ങനെ തുടരാം അല്ലെ. വിദേശ രാജ്യങ്ങളിൽ ഈ ക്രമത്തിന് അല്പം വ്യത്യാസമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എന്തുണ്ട്? ഈ ക്രമത്തിന് അല്പം വ്യത്യാസമുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 1 ലക്ഷത്തിന് അവർ വിളിക്കുന്ന പേരാണ് 100,000 എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത്? 100,000. നെക്സ്റ്റ് അടുത്ത ഏതാടാ? 1 ലക്ഷത്തിന് 100,000 എന്നും, അതേപോലെ 2, 4, 6 6 പൂജ്യങ്ങളിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? എന്താണ്? 10 ലക്ഷം എന്ന് വിളിക്കും അല്ലെ. നമ്മളെന്താ 10 ലക്ഷം അവരെന്താ വിളിക്കുന്നത്? മില്യൺ എന്നും. നമ്മുടെ 1 കോടീനെ അവരെന്താ വിളിക്കുന്നത്? 10 മില്യൺ എന്നാ വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ 100 കോടീനെയോ 100 മില്യൺ എന്നും ആണ് അവര് വിളിക്കുന്നത് കേട്ടോ. ഇതാ നോക്കിക്കേ, പൂജ്യത്തിന്റെ എണ്ണം ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണേ. ജസ്റ്റ് പൂജ്യത്തിന്റെ എണ്ണം മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. 2, 4, 5 പൂജ്യം ആകുമ്പോൾ 100,000. പിന്നെ 2, 4, 6 6 പൂജ്യം ആകുമ്പോൾ എന്താണ്? മില്യൺ. 2, 4, 6 7 പൂജ്യം ആകുമ്പോൾ എന്താണ്? 10 മില്യൺ. 2, 4, 6 8 പൂജ്യം ആകുമ്പോൾ എന്താണ്? 100 മില്യൺ. 2, 4, 6 8 9 പൂജ്യം ആകുമ്പോൾ എന്താടാ? ബില്യൺ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തതിലേക്ക് നോക്കിയാലോ. തുടർന്ന് 10 മില്യൺ, 100 മില്യൺ എന്നിങ്ങനെ 1000 മില്യനെ ട്രില്യൺ എന്ന് വിളിക്കും. 1000 മില്യൺ എന്താ വിളിക്കുന്നത്? ട്രില്യൺ എന്ന് വിളിക്കും കേട്ടോ. ഇത്ര വലിയ സംഖ്യകളുടെ ആവശ്യം എന്താണ്? ഇത്ര വലിയ സംഖ്യകളുടെ ആവശ്യമുണ്ടോ? എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾ ഉണ്ട് എന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ നമ്മുടെ കേരളത്തിൽ എത്ര പേരുണ്ട് എന്ന് അറിയാമോ? എന്താ നോക്കാം അല്ലെ. 2011 കണക്കെടുപ്പ് അനുസരിച്ച് ഏതാണ്ട് 3 കോടി 40 ലക്ഷം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകദേശം 34 മില്യൺ ആൾക്കാർ. എത്ര ആൾക്കാരുണ്ട്? 34 മില്യൺ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്താലോ? ഇന്ത്യ മുഴുവൻ എടുത്താൽ എത്ര ആൾക്കാരുണ്ട്? 100 കോടിയേക്കാൾ അഥവാ 1 മില്യനേക്കാൾ കൂടുതൽ. അപ്പൊ 100 കോടിയേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. ഇനി ലോകം മൊത്തം എടുത്താലോ? ഏതാണ്ട് 800 കോടി അഥവാ 8 ബില്യൺ. 800 കോടി അല്ലെങ്കിൽ എത്രയാണ്? 8 ബില്യൺ ആണ് കേട്ടോ. ഒന്നിനു ശേഷം കുറെ പൂജ്യങ്ങൾ മാത്രമുള്ള സംഖ്യകളെ ഇങ്ങനെയെല്ലാം പേരുകൾ ഇട്ട് പറയാം. അങ്ങനെയല്ലാത്ത സംഖ്യകളെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നാട്ടോ.
ഉദാഹരണമായി 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെയെല്ലാം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എവിടെ മുതൽ ഗുണിക്കാനാണ് പറഞ്ഞേക്കുന്നത്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ എന്ത് ചെയ്യുക? തമ്മിലൊന്ന് ഗുണിച്ചു നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എടാ ഒന്ന് ഗുണിച്ചു നോക്കിയാലോ? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ ഗുണിച്ചാൽ എത്ര കിട്ടും നോക്കാം അല്ലെ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ നിങ്ങളൊന്ന് എഴുതി ഗുണിക്കുവോ? 1 ഇൻറ്റു എങ്ങനെ ചെയ്യുന്നത്? നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം അല്ലെ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 അങ്ങനെ ഗുണിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? ഗുണിച്ചു നോക്കിക്കോ, ഒന്ന് ഗുണിച്ചു നോക്കിക്കേടാ. തമ്മിലൊന്ന് ഗുണിച്ചു നോക്കിക്കേ. അപ്പം നമുക്ക് കിട്ടും 3,62,880 എന്ന് കിട്ടും കേട്ടോ. ഇത്രയും സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലേ മിസ് ജസ്റ്റ് ഗുണിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആ സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എടാ ഒന്ന് നിങ്ങൾ ഗുണിച്ച് നോക്കണേ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 2 ചെയ്യുക. കിട്ടുന്ന സംഖ്യനെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. പിന്നെ അപ്പം കിട്ടുന്ന സംഖ്യനെ 4 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് പോയാൽ മതി. ഒരു തിരക്കും കൂട്ടണ്ട, മെല്ലെ മെല്ലെ ചെയ്ത് പോയാൽ മതി കേട്ടോ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇത് എങ്ങനെ വായിക്കും? ഇത് നമുക്ക് എങ്ങനെ വായിക്കും എന്ന് നോക്കാം അല്ലെ. എങ്ങനെയാ വായിക്കുന്നത്? നമ്മൾ എങ്ങനെയാ വായിച്ചതെന്ന് പറഞ്ഞേ. നമുക്ക് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 3,62,880 എന്നാ കിട്ടിയത് അല്ലെ. ആദ്യം 3, അത് നമ്മൾ എത്ര വായിച്ചു? 3. അടുത്ത ആളെയും കൂടെ കൂട്ടി നമ്മൾ എത്ര വായിക്കും? 36. ഇനി ഒരു 2നെയും കൂടെ കൂട്ടിയിട്ട് എങ്ങനെയാ വായിക്കുന്നത്? 362. 8നെയും കൂടെ കൂട്ടിയിട്ടാകുമ്പോൾ എങ്ങനെ വരൂടാ? 3628. ഒരു 8 കൂടെ കൂട്ടിയിട്ടാകുമ്പോൾ എങ്ങനെ വരും? 36,288. 0 കൂടെ ചേർന്നാൽ എങ്ങനെ വരും? 3,62,880 എന്ന് വരും കേട്ടോ. 3,00,000 എത്രയാണ്? 62,880. ഇനി അത് നമ്മളോട് 1ന്റെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, 1000ന്റെ സ്ഥാനം, 10,000ന്റെ സ്ഥാനം, ലക്ഷത്തിന്റെ സ്ഥാനം. അപ്പൊ ഇങ്ങനെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എഴുതാന് ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 3,00,000 എത്രയായിരുന്നു? 62,880 അല്ലേടാ. അപ്പൊ ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ 0 കണ്ടോടാ. ഈ 0 1ന്റെ സ്ഥാനമായിരിക്കും. ഈ 0ത്തിന്റെ എന്തിന്റെ സ്ഥാനമായിരിക്കും? 1. നെക്സ്റ്റ് അടുത്ത 8 കണ്ടോ? 8ന്റെ എന്ത് സ്ഥാനമായിരിക്കും? 10ന്റെ സ്ഥാനം. നെക്സ്റ്റത്തെ 8, നെക്സ്റ്റ് എടുക്കുന്ന ആള് 100. പിന്നെ എത്രയാണ്? 1000. ഓക്കെ. പിന്നെ എത്ര വരും? ലക്ഷം വരും അല്ലെ. 1000 കഴിഞ്ഞ് ലക്ഷമല്ല 10,000 വരും. 1000 കഴിഞ്ഞ് 10,000. പിന്നെന്താണ്? ലക്ഷം വരും അല്ലെ. പിന്നെ എത്രയാണ്? ലക്ഷം വരും. അങ്ങനെ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? മിസ് 2 എക്സാമ്പിൾ തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 4, 6, 3, 2, 1, 0. 4,63,210. 1ന്റെ സ്ഥാനം ഏതാന്ന് കണ്ടുപിടിക്കണം. 10ന്റെ സ്ഥാനം ഏതാന്ന് കണ്ടുപിടിക്കണം. 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 1000ത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 10,000ത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? ലക്ഷത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? ഒരു എക്സാമ്പിളൂടെ തരാവേ. 5, 3, 2, 0, 3, 9. അപ്പൊ എത്ര? 2, 4, 6 അല്ലെ. അപ്പൊ എത്ര സംഖ്യ വരുന്നത്? 5,32,039 എന്ന് വരും കേട്ടോ. അപ്പൊ അതിന്റെയും ഒറ്റ 10 100 എന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിച്ച് ഒന്ന് എഴുതി മിസ്സിന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണേ. അക്കങ്ങൾ എണ്ണിയും വായിക്കാം. അക്കങ്ങൾ എങ്ങനെ വായിക്കാം? എണ്ണിയും വായിക്കാം. ഒരക്ക സംഖ്യ 1 മുതൽ 9 വരെ. ഒരക്ക സംഖ്യ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാടാ? 1 മുതൽ 9 വരെയാണ്. രണ്ടക്ക സംഖ്യ എവിടെയാണ് തുടങ്ങുന്നത്? 10 മുതൽ 99 വരെ. 10 മുതൽ എവിടെ വരെയാണ്? 99 വരെ. ഇനി 3 അക്ക സംഖ്യ ആണെങ്കിൽ എത്രയാണ്? 100 മുതൽ 999 വരെ. 100 മുതൽ എവിടെയാണ്? 999 വരെ. ഇനി 5 അക്ക സംഖ്യ, 4 അക്ക സംഖ്യ, 4 അക്ക സംഖ്യയാണ് 1000. 3 അക്ക സംഖ്യ 100 മുതൽ 999 വരെ. ഇനി 4 അക്ക സംഖ്യ ആണെങ്കിൽ 1000 മുതൽ എത്രയാണ്? 9,999 വരെ അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കി നോക്കി ഇങ്ങനെ പോയാൽ മതി കേട്ടോ. ഇനിയും തുടരാം. ഇനിയും തുടരാലോ. തുടർന്ന് പോവാ അല്ലെ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കൂടാ? നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ്? 1, ഒറ്റയുടെ സ്ഥാനത്ത് 7, 10ന്റെ സ്ഥാനത്ത് 6, 100ന്റെ സ്ഥാനത്ത് 5, പിന്നെ എത്രയാണ്? 1000ത്തിന്റെ സ്ഥാനത്ത് 4, 10,000ത്തിന്റെ സ്ഥാനത്ത് 3, പിന്നെ എത്രയാണ്? ലക്ഷത്തിന്റെ സ്ഥാനത്ത് 2. 2,34,567 എന്ന് വായിക്കും അല്ലെ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം കേട്ടോ. 2,00,000 ഇവിടെ എഴുതാവേ. 2,30,000
കേട്ടോ. 2,34,500 567. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാമോ? ചുവടെ കൊടുത്തിരിക്കുന്ന വായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 3,86,569 കിലോമീറ്ററും ഏറ്റവും കൂടിയ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 4,06,458 കിലോമീറ്ററുമാണ്. ഇനി എന്താണ് നെക്സ്റ്റ് 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മുടെ ഒന്ന് എഴുതിയിട്ട് വിടണം കേട്ടോ. ഓക്കെ, മിസ് നോട്ട് വരുമ്പോൾ എഴുതി തരാം. പെരുകുന്ന സംഖ്യകൾ. അടുത്തെന്താണ്? പെരുകുന്ന സംഖ്യകൾ. 1, 2, 3, -9 എന്നിങ്ങനെ 9 ഒരക്ക സംഖ്യകളേ ഉള്ളൂ. ശരിയല്ലടാ? 1 മുതൽ 9 വരെ ഒരക്ക സംഖ്യകളുള്ളൂ. രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്താം. അതായത് 10 മുതൽ 99 വരെ. 10 മുതൽ എത്രയാണ്? 99 വരെ. അപ്പൊ എത്ര ഇവിടെ കൊടുത്തേക്കുന്നത്? 99 - 10 89 ആണോ എന്ന് നോക്കാം അല്ലെ. അങ്ങനെ ആലോചിക്കാം. 1 മുതൽ 99 വരെ 99 സംഖ്യകൾ. എടാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 മുതൽ 99 വരെ എത്ര സംഖ്യകളാണ്? 99 സംഖ്യകളുണ്ട് അല്ലെ. നോക്കിക്കേ. 1 മുതൽ 99 വരെ 99 സംഖ്യകളുണ്ട്. ശരിയല്ലേടാ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതില് എന്താണ്? 9 എണ്ണം എന്താണ്? ഒറ്റ സംഖ്യയാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 9 എണ്ണം കുറയ്ക്കുക. അപ്പൊ എത്ര എണ്ണം കിട്ടി? 90 എന്ന് കിട്ടി. ഇവയിൽ നിന്ന് 1 മുതൽ 9 വരെയുള്ളത് ഒറ്റ സംഖ്യയാണ് അല്ലെ. ശരിയല്ലേ? അത് മാറ്റണം. അപ്പോൾ 99 - 9 90 സംഖ്യകൾ. ഇതുപോലെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്ന് കണക്കാക്കാം. 1 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ നിന്ന് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ മാറ്റണം. അപ്പൊ 999 എത്ര കൊണ്ട് മൈനസ് ചെയ്താൽ കുറച്ചാൽ മതി? 99 കൊണ്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്ര കിട്ടും? 900 എന്ന് കിട്ടും. മറ്റൊരു കണക്ക് ആലോചിക്കുക. ആദ്യം നിസ്സാരമായൊരു ചോദ്യം. 1, 3 എന്നീ സംഖ്യകൾ വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര രണ്ടക്ക സംഖ്യകളുണ്ടാ? 1 13 ആണ്. 1 ഏതാണ്? 31 ആണ്. അപ്പൊ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 2 രണ്ടക്ക സംഖ്യകളുണ്ട്. 1, 3, 5 എന്നീ 3 അക്കങ്ങളും വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എണ്ണാൻ വരട്ടെ. അല്പം ഒന്ന് ആലോചിക്കാം. എണ്ണാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം? അല്പം ഒന്ന് ആലോചിക്കാം. പ്രവർത്തിക്ക് മുന്നേ ചിന്ത എന്നതാണ് കണക്കിന്റെ രീതി. 1ഉം 3ഉം ചേർന്ന് രണ്ടക്ക സംഖ്യകൾ 2 എണ്ണമല്ലേ ഉള്ളൂ. ഇവ ഓരോന്നിനോടും 5 എങ്ങനെയെല്ലാം ചേർത്ത് 3 അക്ക സംഖ്യ ഉണ്ടാക്കാം. അപ്പൊ പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാല് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് 1ഉം 3ഉം കൂടെ ചേർത്ത എത്ര 1ഉം 3ഉം കൂടെ ചേർത്ത് എത്ര രണ്ടക്ക സംഖ്യ ഉള്ളത്? 1 13 ആണ്. 1 എത്രയാണ്? 31. ശരിയല്ലേ? ഈ കൂടെ എന്ത് ചെയ്യാം? 5നെ എങ്ങനെയൊക്കെ ചേർക്കാം എന്ന് നോക്കാം. ഒന്നെങ്കിൽ 5 എവിടെ എഴുതാം? ആദ്യം എഴുതാം അല്ലെ. ആദ്യം ഇവനെ വെച്ച് ചെയ്ത് നോക്കാം. 13നെ വെച്ച് ചെയ്തോടെ 13ന്റെ കൂടെ 5നെ ചേർക്കാം. അപ്പൊ എത്രയാണ്? 5 1 3 ആയല്ലോ. ഇനി 5നെ നടുക്കിടുക. അപ്പൊ എത്രയാണ്? 1 5 3 എന്ന് വരും. ഇനി 5നെ ലാസ്റ്റ് ഇടുക. 1 3 5. ശരിയല്ലേ? അപ്പൊ 13ന്റെ കൂടെ നമുക്ക് 5നെയും കൂടെ ചേർത്തിട്ട് 3 ആളെ ഉണ്ടാക്കാം. ഓക്കെ, ഏതൊക്കെ സംഖ്യകൾ വെച്ചാൽ 1 3 5 വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ 1ഉം 3ഉം മാത്രം ചേർത്ത് 2 സംഖ്യകൾ ഉണ്ടാക്കാം. അവരുടെ കൂടെ നമ്മൾ ആരെ ചേർത്തു? നമ്മുടെ 5നെയും കൂടെ ചേർത്തിട്ട് അങ്ങ് ചെയ്യാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് ശ്രദ്ധിച്ചേ. അടുത്തത് എങ്ങനെ വരും? 31 ചേർത്ത് അല്ലെ. 31ന്റെ കൂടെ ആദ്യം 5 ചേർക്കുക. ഇനി എന്ത് ചെയ്യുക? നടുക്ക് 5 ചേർക്കുക കേട്ടോ. നടുക്ക് 5 ചേർക്കുക. പിന്നെ എവിടെയാണ്? ലാസ്റ്റ് എന്ത് ചെയ്യാം? ലാസ്റ്റ് ആരെ ചേർത്താൽ മതി? 5നെ ചേർത്താൽ മതി. 31 5 എന്ന് വരും. അപ്പൊ എടാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. 1 3 5 വെച്ചിട്ട് എത്ര സംഖ്യകൾ ചേർക്കാം? എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 6 സംഖ്യകൾ ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാം? 6 എണ്ണം ഉണ്ടാക്കാം. ശരിയല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കാം അല്ലെ. അപ്പോൾ 1 3 5 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര 4 അക്ക സംഖ്യകളുണ്ട്? എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? 1 3 5 വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ടടാ? എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട് അല്ലെ. ഓരോന്നിലും 7 ഏതൊക്കെ സ്ഥാനങ്ങളിൽ ചേർക്കാം? 7 ഏതൊക്കെ സ്ഥാനങ്ങളിൽ ചേർക്കാം എന്ന് പറഞ്ഞു നോക്കിക്കേ. ആദ്യം ചേർക്കാം, നടുക്ക് ചേർക്കാം, പിന്നെ എത്ര ചേർക്കാം? മൂന്നാമതും ചേർക്കാം അല്ലെ. ആകെ എത്ര സംഖ്യകൾ ഒന്ന് പറഞ്ഞടാ. ആകെ അപ്പൊ എത്ര സംഖ്യകളായിട്ട് മാറും? 7 എന്ന് പറയുന്നത് എവിടെയൊക്കെ ചേർക്കാം?
ഇവിടെ 7 ചേർക്കാം, ശരിയല്ലേ? അതാ നടുക്ക് 7 ചേർക്കാം, ലാസ്റ്റ് 7 ചേർക്കാം, 3 7 ഇവിടെ ചേർക്കാം, നടുക്ക് ചേർക്കാം, ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ 6 63 അപ്പോൾ എത്രയായി? 6 എണ്ണമായിട്ട് മാറി അല്ലേ? അവസാനം 4 × 6 26 എന്ന് ഉത്തരം കിട്ടിയാൽ ആലോചന ശരിയായ വഴിക്കാണ്. അപ്പൊ എത്ര കിട്ടണം? നമുക്ക് ആൻസർ എത്ര കിട്ടണം? 24 എന്ന് കിട്ടണം. എത്ര എണ്ണം കിട്ടണം? 24 എണ്ണം കിട്ടണം കേട്ടോ. എത്ര കിട്ടണം? 4 എണ്ണം കിട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. എന്താ വെച്ചാല് നമുക്ക് 1 3 5 വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 6 എണ്ണം ഉണ്ടാക്കാം, ശരിയല്ലേ? ഇവിടെ എത്ര നമ്പർ വന്നിട്ടുണ്ട്? 4 നമ്പർ അല്ലേ? ഒന്നും വേണ്ട, ഈ 4 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി കേട്ടോ. 6 4 എത്രയാണ്? 24 സംഖ്യകൾ ഉണ്ടാക്കാം. ഓവർ ആലോചിക്കാൻ പോവാതിരുന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഉത്തരം വേറെയാണെങ്കിൽ 3 സംഖ്യകളെയും കണ്ടുപിടിച്ച രീതിയും ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും അല്പം കൂടി മനസ്സിലിരുത്തി വായിക്കുക. ഇനിയിപ്പോൾ 1 3 4 5 എന്നീ 4 അക്കങ്ങൾ വരുന്ന 4 അക്ക സംഖ്യകൾ എത്രയുണ്ട് എന്ന് കണക്കാക്കിക്കൂടെ? 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിച്ച് എത്ര 9 അക്ക സംഖ്യകളുണ്ട്? കണ്ടുപിടിക്കേണ്ട രീതി ആലോചിച്ച് കഴിഞ്ഞാൽ ഗുണിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഓർക്കുക, ഈ ഗുണനഫലം പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് എവിടെയോ കണക്കാക്കിയിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം 0 എന്ന അക്കം ഒഴിവാക്കിയത് ശ്രദ്ധിച്ചല്ലോ. നമ്മളിപ്പോൾ ചെയ്തതൊക്കെ ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു? 1 3 ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 2. അതേപോലെ 1 3 5 വെച്ച് എത്ര ഉണ്ടാക്കായിരുന്നു? 6 സംഖ്യകൾ ഉണ്ടാക്കാം അല്ലെ? അതേപോലെ അടുത്ത ചെയ്ത് എത്രയാണ്? 1 3 5 7 വെച്ചിട്ട് എത്ര ഉണ്ടാക്കാം? 24 എണ്ണം ഉണ്ടാക്കാം, ശരിയല്ലേടാ? അപ്പം ഇനി പറഞ്ഞേക്കുന്നത് നമ്മൾ ഇതിലൊന്നും 0 ചേർത്തിട്ടില്ലല്ലോ, ചേർത്തിട്ടില്ല അല്ലെ? എന്തുകൊണ്ടാണിത്? ഉദാഹരണമായി 0 1 3 എന്നീ അക്കങ്ങളിൽ വരുന്ന എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് എങ്ങനെ കണക്കാക്കുക? ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ 0 1 അതേപോലെ 3 വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര സംഖ്യകൾ ഉണ്ടാക്കടാ? 0 എന്തായാലും ആദ്യം ചേർക്കാൻ പറ്റില്ലല്ലോ, നടുക്ക് ചേർക്കാം അല്ലെ? 1 0 3 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടാക്കാം. അതേപോലെ 1 3 0 അല്ലെ? 1 0 3 ഉണ്ടാക്കാം. 1 0 3 എന്ന് പറയുന്ന 2 സംഖ്യകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? നേരത്തെ 1 3 5 ഇവ ഉപയോഗിച്ച് കണക്ക് കൂട്ടലിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ഓക്കെ, എന്ത് അല്ല, 2 സംഖ്യകളല്ലടാ. ഞാൻ നോക്കിയേ, 13 1 3 13 31 അല്ലേ? അപ്പം ഇവിടെ 0 ചേർക്കാം. പിന്നെ എന്താണ്, 1 1 0 3 ആക്കാം. അടുത്തത് 1 0 1 3 0 ആക്കാം. അടുത്തത് 31 0 3 0 1 അല്ലേ? ഓക്കെ, അപ്പോൾ 1 3 വെച്ചിട്ട് നമുക്ക് 2 സംഖ്യകൾ ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിലും ലാസ്റ്റ് എന്ത് ചെയ്യാം? 0 കൊടുത്താൽ മതി. അപ്പോൾ എത്ര സംഖ്യകളാണ്? 4 സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ? നേരത്തെ 1 3 5 ഇവ ഉപയോഗിച്ച് കണക്ക് കൂട്ടലിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? 0 ആദ്യ സ്ഥാനത്ത് വരേണ്ടതില്ലല്ലോ. 0 ആദ്യ സ്ഥാനത്ത് വരുമോ? ഇല്ല. അപ്പോൾ 0 വരാവുന്ന 2 സ്ഥാനങ്ങളേ ഉള്ളൂ. സംഖ്യകളുടെ എണ്ണം 2 × 2 4 ആണ്. 0 1 3 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 അക്ക സംഖ്യകളോ? 0 എത്രയാണ്? 1 3 എന്താണ് 1 3 5 വരുന്ന എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 1 3 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 3 അക്ക സംഖ്യകൾ 6 എണ്ണമുണ്ട്. 6ന്റെ കൂടെ എത്ര ഗുണിച്ചാൽ മതിയടാ? 0 വെച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 1 3 അതേപോലെ 5 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 6 സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് 0 1 3 5 ആണല്ലോ. അതിൽ 0 കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? കണക്കാക്കേണ്ട ആവശ്യമില്ല. 6 × 3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 6 × 3 എത്രയാണ്? 18 ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. അടുത്തത് മറ്റൊരു വിധത്തിലും ആലോചിക്കാം. മറ്റെന്ത് ചെയ്യാം? 1 3 5 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 24 4 അക്ക സംഖ്യകളുണ്ട്. ഇവയിൽ 6 എണ്ണത്തിലെ ആദ്യ അക്കം 7 ആണ്, ശരിയല്ലേ? ഇതിലെ 6 എണ്ണത്തിന്റെ ആദ്യ അക്കം എന്ന് പറയുന്നത് ഏതായിരിക്കും? 7 ആയിരിക്കും. 7ന് പകരം 0 എടുത്താൽ 7ന് പകരം 0 എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഖ്യ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 6 സംഖ്യകൾക്കും പകരമാകില്ല. പകരമാകുമോ? പകരമാകില്ല. ആകെ സംഖ്യകൾ 26ൽ നിന്ന് എത്ര കുറച്ച് 24ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 6 എണ്ണം കുറച്ചാൽ 18 എന്ന് കിട്ടും. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. 1 3 5 7 വെച്ചിട്ട് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 24 സംഖ്യകൾ ഉണ്ടാക്കാം. റെഡിയാണോടാ? അപ്പൊ 24 സംഖ്യകൾ ഉണ്ടാക്കുന്നതിൽ 6 സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യം എത്ര വരുന്നതാണ്? 7 വരുന്നതാണ്.
ഓക്കെ, ആറ് സംഖ്യ എന്ന് പറയുന്നത് 7 വരുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 0, 1, 3, 5 വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. 0 എന്തായാലും ആദ്യം വരൂലല്ലോ, വരുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, 24 നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതിയടാ, ഈ കിടക്കുന്ന 6 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 18 എന്ന് കിട്ടും. ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലില്ല, നിങ്ങളുടെ കമൻസ് ഒക്കെ എന്ത് ചെയ്യാം, മിസ്സിനെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.